ഒരു ഡീസൻറ്റ് ത്രില്ലർ പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയൊക്കെ ആയിട്ടാണ് പോകുന്നത്. പക്ഷേ സെക്കൻഡ് ഹാഫൊക്കെ ആകുമ്പോൾ നല്ല ട്വിസ്റ്റും പ്രതീക്ഷിക്കാത്ത സസ്പെൻസൊക്കെ ഉണ്ട്. ഗൗതം മേനോൻ്റെ ഒരു വേ ഓഫ് മേക്കിംഗ് ഉണ്ടല്ലോ, ഇത് പുള്ളിയുടെ തന്നെ ഒരു ഡിഫറെൻ്റ് വേ ഓഫ് മേക്കിംഗ് ആണ് ഈ സിനിമയിൽ കാണാൻ പറ്റുന്നത്. ഈ സിനിമയിൽ എടുത്തു പറയാൻ ദ വൺ ആൻഡ് ഓൺലി മെഗാസ്റ്റാർ മമ്മൂട്ടി അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. പുള്ളി അങ്ങനെ സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ അത് ഇങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു, പുള്ളി ഒന്ന് കണ്ടാൽ മതി, അത് അടിപൊളി. എടുത്തു പറയാനുള്ള മമ്മൂട്ടി കമ്പനിയുടെ അടുത്തൊരു ഹിറ്റ്. പിന്നെ ഇത് ആൾക്കാർ എങ്ങനെയാണ് ഏറ്റെടുക്കണേന്ന് അറിഞ്ഞൂടാ. ഫസ്റ്റ് ഹാഫൊക്കെ അത്യാവശ്യം നല്ല കോമഡി അങ്ങനെയൊക്കെ ആയിട്ട് പോയി, ഡീസൻറ്റ് ത്രില്ലറാണ്, സിനിമയുടെ കൂടെ പോവാം. പിന്നെ ഗോകുൽ സുരേഷിൻ്റെ സിനിമകൾ വച്ച് നോക്കുമ്പോൾ മമ്മൂട്ടിയായിട്ടുള്ളൊരു കോമ്പിനേഷൻ ഓക്കെയാണ്. പിന്നെ ഇത് നമ്മുടെ ആൾക്കാരല്ലേ, എങ്ങനെയാണ് ഏറ്റെടുക്കണേന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും സിനിമ എനിക്ക് വർക്കായി, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. തന്നെ പൊതുവെ എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ സിനിമയൊക്കെ ഇഷ്ടമാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു നൈസ് സാധനമായിരുന്നു, മലയാളത്തിൽ വന്നൊരു നൈസ് സാധനം.